ഇപ്പോൾ ഇവിടെ നിന്ന് തരുന്ന മിസ്സുമാർ തരുന്ന നോട്ട്, ഞാൻ വേറെ ബുക്ക് വേറെ നോട്ടോ അങ്ങനെയൊന്നും ഞാൻ വായിച്ചിട്ടൊന്നുമില്ല. പ്രത്യേകിച്ച് പറയാ സൈലന്റ് ക്യാമ്പസ് ഇവിടെ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കുമ്പോൾ എന്താ വെച്ചാൽ മടുപ്പ് വരില്ല. ഫാക്കൽറ്റീസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഫ്രണ്ട്സുമാർ തന്നെയാണ് മിസ്സുകാരും. എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് എന്ത് രീതിയിലും എപ്പോൾ വേണമെങ്കിലും ചോദിക്കുക. സൈലന്റ് ടെക്നിക്കലിൻ്റെ എനിക്ക് ഏറ്റവും തോന്നിയെന്ന് വെച്ചാൽ വർത്താണ്, കൊടുത്ത പൈസയ്ക്ക് മൂല്യമുണ്ട്. കാരണം ബിസിനസ് മാതിരിയല്ല സൈലന്റ് ടെക്നിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഞങ്ങൾക്ക് തന്നെ. ഞങ്ങളെ ബാച്ച് ഔട്ടായിട്ടും ഞങ്ങൾക്ക് അത്രയും എക്സാം വരണ വരെ അവിടെ റീഡിങ് കമ്പൈൻ സൗകര്യം ഞങ്ങൾക്ക് ഒരുക്കി തന്നെ. ഹായ് ഡിയർ ആസ്പിരൻസ്, അപ്പോൾ നമ്മൾ ടീം സൈലന്റ് ടെക്നിക്കിൽ വളരെ സന്തോഷത്തിലുള്ള ഒരു നിമിഷത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം നമുക്ക് ഒരുപാട് എക്സാം ഈ അടുത്ത് നടന്നു. അതിൽ പല എക്സാമുകൾക്കും അഡ്വൈസുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ കുറേ എക്സാമുകൾക്ക് കഴിഞ്ഞ റിസൾട്ടിന് വേണ്ടിയിട്ട് ഡോക്യുമെൻ്റ് അപ്ലോഡേഷനൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ടീം സൈലന്റ് ടെക്നിക്കൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളുടെ റിസൾട്ടാണ്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഇന്ന് വന്നിട്ടുള്ളത് ആദർശാണ്. ആദർശ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓവർസിയർ 3rd ബാച്ചിലെ ഓഫ്ലൈൻ ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ അടുത്ത് കഴിഞ്ഞ ഓവർസിയർ 3rd ഗ്രേഡ് എക്സാമിന് ഹാർബർ 3rd ഗ്രേഡിന്റെ അഡ്വൈസ് വന്നിട്ടാണ് ആദർശ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളൊക്കെ വളരെ സന്തോഷത്തിലാണ്. അപ്പോൾ ആദർശിന്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ആദർശ് എന്തൊക്കെയുണ്ട്? ഉഷാറല്ലേ? സന്തോഷത്തിലായിരിക്കില്ലേ? നല്ല സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. ഏതൊക്കെ എക്സാമിനാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത് ആദർശ്? ഞാൻ PWD ഇറിഗേഷൻ ഗ്രേഡ് 2, KWA 3rd ഗ്രേഡ്, പിന്നെ ഹാർബർ 3rd ഗ്രേഡ് 2nd ഗ്രേഡ്. എപ്പോഴാണ് എക്സാമിന് പ്രിപ്പറേഷൻ തുടങ്ങിയത്? പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ ഏകദേശം 2023 ഞാൻ ഈ PSCയിലേക്ക് ഇറങ്ങി തിരിച്ചത്. അതുവരെ എന്താ വെച്ച് കഴിഞ്ഞാൽ 2021 ഞാൻ പാസ് ഔട്ട് ആവുന്നത്, ഡിപ്ലോമ പാസ് ഔട്ട് ആവുന്നത്. ഡിപ്ലോമ പാസ് ഔട്ടായിട്ട് ഞാൻ നേരെ ഒരു പ്രൈവറ്റ് ഫാമിലി ജോലി ചെയ്ത് സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്ത് അവിടെ നിന്ന് അത് റെഡി ആവുന്നപ്പോൾ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് അങ്ങോട്ട് കയറി വരാൻ പറ്റില്ല എന്ന് തോന്നിയപ്പോഴാണ് പിന്നെ ഞാൻ എന്ത് ചെയ്ത് വേറെ 3D ഡിസൈനിങ്ങും അങ്ങനെ ഇന്റീരിയർ എക്സ്റ്റീരിയർ ഡിസൈനിങ്ങും നോക്കാന്ന് വെച്ച്. അപ്പം അതിലും ഞാൻ പച്ച പിടിക്കില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ രക്ഷപ്പെടാനുള്ള മാർഗ്ഗമാക്കി തോന്നിയത് PSC ആണ്. പിന്നെ വീട്ടുകാർക്ക് ഒരേ താല്പര്യം, എങ്ങനെയെങ്കിലും ഞാൻ സർവീസ് കയറണം, ഗവൺമെൻറ് ജോലി, അതാണ് വീട്ടുകാരുടെ താല്പര്യം. പിന്നെ എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ലാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യം എൻ്റെ ഡിപ്ലോമ പാസ് ഔട്ടായ സമയത്ത് ഞാൻ ഇതിലേക്ക് ശ്രദ്ധിക്കാനത്. 2023 എത്തിയപ്പോൾ ഞാൻ എന്ത് ചെയ്ത് മൈൻഡ് സെറ്റാക്കി ഏകദേശം നമുക്കൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കയറിയത്. അങ്ങനെ 2023 ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓൾറെഡി ഒരു ഓഫ്ലൈൻ ബാച്ച് ഞാൻ അത് ചെയ്ത് ഏകദേശം ഒരു ഓക്കെ ആയി. അറ്റൻഡ് ചെയ്യാൻ നമുക്ക് പറ്റും എന്നുള്ള ഒരു ബോധ്യമൊക്കെ എത്തി, ഒരു ബേസൊക്കെ കിട്ടി എനിക്ക്. ഇപ്പം 24 ആകുമ്പോൾ കുറച്ച് എക്സാമുകൾ, ഏതൊക്കെയോ എക്സാം, ഈ ടൗൺ പ്ലാനർ ഗ്രേഡ് 2 LSCDയിൽ വന്ന എക്സാം, പിന്നെ അങ്ങനത്തെ കുറച്ച് വേക്കൻസി വരുന്ന എക്സാം ഞാൻ നോക്കി. പക്ഷെ അതിലൊന്നും എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ കട്ട് ഓഫിൻ്റെ മേലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല ഇനി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ നിൽക്കുമ്പോൾ ഈ 2024 ഈ പുതിയ നോട്ടിഫിക്കേഷനൊക്കെ വന്നത്, BSc ഇട്ടത്. ഏത് നമ്മളെ ഹാർബർ ഗ്രേഡ് 2 ഗ്രേഡ് 3 ഓവർസിയർ, പിന്നെ LSCD ഗ്രേഡ് 2 വന്ന്, PWD ഇറിഗേഷൻ ഗ്രേഡ് 2 ഓവർസിയർ, ഈ ഇതൊക്കെ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു നോട്ടിഫിക്കേഷൻ, ആ ഒരു ബൾക്ക് നോട്ടിഫിക്കേഷൻ 25 വരുന്നതിന് മുന്നേ സ്റ്റാർട്ട് ചെയ്ത ബാച്ച് ആയിരുന്നല്ലേ നിങ്ങൾ? സ്റ്റാർട്ട് ചെയ്ത് 2024 ഡിസംബറിലാണ് ഞങ്ങളുടെ ബാച്ച് സ്റ്റാർട്ട് ആവുന്നത്. അത് വളരെയധികം എനിക്ക് എഫക്റ്റീവായി. കാരണം അത് ഞങ്ങളെ ബാച്ച് കഴിഞ്ഞ് ഓൾറെഡി വന്ന എക്സാമൊക്കെ ഏകദേശം നല്ലപോലെ എനിക്ക് എഴുതാൻ കഴിഞ്ഞ് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ 40 റാങ്ക് ലഭിച്ച് ഹാർബർ ഗ്രേഡ് 2 ഓവർസിയർ, പിന്നെ ബാക്കിയുള്ളതിലൊക്കെ വെരിഫിക്കേഷൻ വന്ന് കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരുപാട് എക്സാമുകൾ ഇനി വരാനുണ്ട്, റിസൾട്ടുകൾ വരാനുണ്ട്. അപ്പൊ പുതുതായിട്ട് പഠിക്കുന്ന കുട്ടികളോട് എന്താ പറയാനുള്ളത്? അതായത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു കൂട്ടിയാൽ കൂടുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു, അങ്ങനെ ഉണ്ടോ? കൂട്ടിയാൽ കൂടാത്തൊരു ഭാഗമാണോ PSC? ഇതെന്നെ ഞാൻ വലിയൊരു എക്സാമ്പിൾ ആണ്. കാരണം എന്റെയൊക്കെ പഴയ റിസൾട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഈ 10ാം ക്ലാസ്സിൽ +1 ഇല്ല, +2 ജസ്റ്റ് പാസ്. അങ്ങനെ ഡിപ്ലോമ എങ്ങനെയോ തട്ടിമുട്ടി പാസ്സായി. കാരണം കൊറോണ ബാച്ചും അത് ഇതൊക്കെ ആയതുകൊണ്ട് എങ്ങനെയോ പാസ്സായി. നമുക്കും പറ്റും, ആർക്കും പറ്റും, പറ്റായൊന്നുമില്ല. വിട്ടുകൊടുക്കരുത്. നമ്മൾ വിട്ടുകൊടുക്കാതെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തും പറ്റും. നമുക്ക് വേണമെങ്കിൽ നമ്മളത് നേടിയെടുക്കണം, അതുവരെ നമ്മളത് പ്രവർത്തിക്കണം. നല്ല ലക്ഷ്യബോധം വേണമല്ലേ? ലക്ഷ്യബോധം വേണം. വെറുതെ ഒരു രസത്തിന് തുടങ്ങി സ്റ്റോപ്പ് ചെയ്യാനുള്ളതല്ല PSC. കൺസിസ്റ്റൻസി, അത് തന്നെയാണ് ഇമ്പോർട്ടൻസ്. ഇത് എല്ലാവരും പറയണ പോലെ തന്നെ. കാരണം നമ്മൾ ഒരു പോയിന്റ് എത്തുമ്പോൾ ഇപ്പോൾ കുറേ എക്സാം നമ്മൾ ട്രൈ ചെയ്തിട്ട് നമ്മൾ ക്രാക്ക് ചെയ്യാന്നപ്പോൾ നമ്മൾ അത് ഡിസപ്പോയിന്റ് ആയിട്ട് നമ്മൾ വിട്ടുകൊടുക്കരുത്. പിന്നെയും കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് എങ്ങനെയായാലും നമ്മൾ എത്തിപ്പെടും. എന്തായാലും ഫൈനലിൽ നമ്മുടെ ലക്ഷ്യം PSC തന്നെ ആവണം. ഫൈനലിൽ നമ്മുടെ ലക്ഷ്യം PSC. എങ്ങനെങ്കിലും ഒരു ജോലി നമുക്ക് വേണ്ട ജോലി നമ്മൾ നേടിയെടുക്കണം. കിട്ടും, എല്ലാം അതിന്റെ സമയമാകുമ്പോൾ എത്തിച്ചേരും. അതാണ്. എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻസ് ഒക്കെ? പുതുതായിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസിനെ എങ്ങനെയാണ് നമ്മളൊരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എങ്ങനെ ഫോളോ ചെയ്യണം എന്നൊക്കെ ഭയങ്കര സംശയം ഉണ്ടായിരിക്കും. അപ്പോൾ ആദർശ് ഫോളോ ചെയ്ത കാര്യങ്ങളൊന്ന് കുട്ടികൾക്ക് ഷെയർ ചെയ്താൽ നന്നായിരുന്നു. എങ്ങനെയായാലും നമ്മളൊരു ഓഫ്ലൈൻ ബാച്ച് അറ്റൻഡ് ചെയ്യണം. ഓഫ്ലൈൻ ബാച്ച് അറ്റൻഡ് ചെയ്യുമ്പോൾ
ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട് അതിൽ. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോമ്പറ്റീഷനെ പറ്റിയിട്ടൊരു വ്യക്തമായ കുറച്ചൊക്കെ ഒരു ബോധ്യം വരും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഓഫ്ലൈൻ ബാച്ച് എന്തായാലും അറ്റൻഡ് ചെയ്യണം. പിന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് വർക്ക് ചെയ്താൽ മതി. കണ്ടിന്യൂ ചെയ്ത് നമ്മൾ നോട്ട് തന്നെ ഇപ്പം ഞാനൊക്കെ ചെയ്തതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിന്ന് തരുന്ന മിസ്സുമാർ തരുന്ന നോട്ട് അതേപോലെ തന്നെ അത് വായിക്കുക. വേറെ ഒന്നും ചെയ്തില്ല ഞാൻ. വേറെ ബുക്ക് വേറെ നോട്ടോ അങ്ങനെയൊന്നും ഞാൻ വായിച്ചിട്ടൊന്നുമില്ല. അപ്പാടെ ഇവിടുത്തെ നോട്ട് ഒരു റിവിഷൻ ചെയ്യണ വരെ ഒരു 2-3 വട്ടം തന്നെ അത് എന്തായാലും വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന മാത്രമല്ല, നമ്മൾ ടെസ്റ്റുകളും കൂടെ പറയാറുണ്ട്. അപ്പോൾ അത് എത്രത്തോളം ബെനിഫിഷ്യൽ ആയി എന്നൊന്ന് പറയാമോ? ഓഫ്ലൈൻ ബാച്ചിൽ തന്നെ ഇവിടെ സൈലന്റ് ടെക്നിക്കലിലെ ടീച്ചേഴ്സ് ഞങ്ങൾക്ക് ക്ലാസ്സിൽ തന്നെ എന്ത് ചെയ്യും, കുറേ ടെസ്റ്റുകൾ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ പരിചയപ്പെടും ക്ലാസ്സിൽ തന്നെ. അതൊക്കെ വളരെയധികം എന്ന് വെച്ചാൽ PYQ എങ്ങനെ ചോദിക്കും, ഓരോ ടോപ്പിക്കൊന്നും ഓരോ പോയിന്റ് എങ്ങനെയൊക്കെ നമ്മൾ പഠിക്കണം എന്ന് നമുക്ക് അപ്പം തന്നെ മനസ്സിലാവും. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ തയ്ക്കുമ്പോൾ അതിനനുസരിച്ച് അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ടോപ്പിക് ഒരു സബ്ജക്റ്റ് കഴിഞ്ഞാൽ ആ സബ്ജക്റ്റ് ടെസ്റ്റ് വരും, ടോപ്പിക് ടെസ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഇതൊക്കെ വളരെയധികം എഫക്റ്റീവാണ്. ഇപ്പോൾ ഈ മന്ത്ലി ടെസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഞങ്ങളെ ഓഫ്ലൈൻ ബാച്ച് ആകുമ്പോൾ അതൊക്കെ കിട്ടും. അതൊക്കെ അതിൻ്റെ ഓർഡറിൽ കിട്ടും. അതൊക്കെ നല്ല രീതിയിൽ എനിക്ക് എഫക്റ്റ് ആയിരുന്നു. അതായിരിക്കും ഈ കോമ്പറ്റീഷൻ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുന്നത് നിങ്ങളെ മോക്ക് ടെസ്റ്റ് ഒക്കെ വഴിയായിരിക്കും. ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ ആകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നാമതാവാൻ തന്നെ നോക്കും. ഇപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് മാർക്ക് ലിസ്റ്റ് വരുമ്പോൾ അതിൽ ഒന്നാമതാവാൻ തന്നെ നോക്കും. അതൊരു കോമ്പറ്റീഷൻ ഉണ്ട്. പ്രത്യേകിച്ച് ഇവരുടെ ബാച്ച്, നിങ്ങളെ ബാച്ച് എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ബാച്ച് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നല്ല കോമ്പറ്റീഷൻ നിങ്ങൾ തമ്മിലുണ്ടായിരുന്നു. അത് നമ്മൾ വല്ലാതെ ഒബ്സർവ് ചെയ്തിരുന്നു. കാരണം നിങ്ങൾ തന്നെ ഒരു ആൻസർ കീ എന്താണ്, എന്തെങ്കിലും ഡൗട്ടുള്ള ക്വസ്റ്റൻ ഒക്കെ ആണെങ്കിൽ വേഗം വന്ന് അത് തന്നെയാണോ എന്ന് ഉറപ്പിക്കും. പക്ഷേ നമ്മൾ പുതിയ ക്വസ്റ്റ്യൻസ് ഇടുമ്പോൾ ഞങ്ങളത് ഒബ്സർവ് ചെയ്ത കാര്യം കേട്ടോ. അതുകൂടാണ്ട് നിങ്ങൾക്കിടയിൽ തന്നെ ഭയങ്കര കോമ്പറ്റീഷനാണ്. നിങ്ങളിപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾ കമ്പൈൻ സ്റ്റഡിക്ക് വരുന്ന 5 പേര് തന്നെ നിങ്ങളാവോ, ആദർശാവോ, ആകാശാവോ, ആരിത് ഫസ്റ്റ് വരുന്നുള്ള ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല ക്ലാസ്സിൽ മൊത്തത്തിൽ ആ ഒരു ബാച്ചിന് തന്നെ ഭയങ്കര ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് എന്നെ ഫസ്റ്റ് വേണം, അല്ലെങ്കിൽ ആ റാങ്ക് ലിസ്റ്റ് ഇടുമ്പോൾ നിങ്ങൾക്ക് എന്തോ മാതിരി ആയിരുന്നില്ലേ, ഒരു റാങ്ക് താഴത്തേക്ക് പോയാൽ നിങ്ങളടുത്ത് നിന്ന് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. പിന്നെ റാങ്ക് ലിസ്റ്റ് ഒക്കെ കോമൺ ഗ്രൂപ്പിൽ ഇടുകയും ചെയ്യായിരുന്നു. ഞങ്ങളെ ഓഫ്ലൈൻ ബാച്ച് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ്ലൈൻ ബാച്ചിന് ഞങ്ങളെ ഇപ്പം ഇവിടെ കിട്ടിയത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വൈബിനുള്ള കുറച്ച് ടീമിനെ നമുക്ക് കിട്ടും. ആ ഗ്യാങ് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. പിന്നെ ഇവിടെ വന്ന റീഡിങ് കമ്പൈൻ സൗകര്യം ഞങ്ങളിപ്പോൾ ബാച്ച് ഔട്ടായിട്ടും ഞങ്ങൾക്ക് ബാക്കി എക്സാം വരെ ഞങ്ങൾക്ക് എല്ലാ റീഡിങ് കമ്പൈൻ സൗകര്യം ഞങ്ങൾക്ക് ഒരുക്കി തന്നിട്ടുണ്ട് സൈലന്റ് ടെക്. പ്രത്യേകിച്ച് പറയാ വെച്ചാൽ സൈലന്റ് ക്യാമ്പസ് ഇവിടെ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കുമ്പോൾ എന്താ വെച്ചാൽ മടുപ്പ് വരില്ല. നമ്മൾ വീട്ടിൽ നിന്നൊക്കെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഏതെങ്കിലും ഒരു പോയിന്റിലെങ്കിലും ഒരു മടുപ്പ് വരും. ഇവിടെ ആകുമ്പോൾ നമ്മൾ ആ ഒരു വൈബിൽ ഇങ്ങനെ പഠിച്ചിങ്ങനെ പോകും. എന്തായാലും അത് വളരെയധികം ഉപകാരം ഉണ്ടായിരുന്നു. വൈബ് മാത്രമല്ല, ലീവ് എടുത്ത അപ്പം വിളിക്കും. നമ്മുടെ മെൻഡർ സ്മിനു ആണ് കേട്ടോ, ഓഡിയൻസിനാണ്. നമ്മുടെ മെൻഡറാണ് സ്മിനു വിളിക്കും. ലീവ് എവിടെ പോയി എന്ന് വെച്ച് വിളിയുണ്ടാവും അല്ലേ. അപ്പൊ ലീവ് എടുക്കൂല അങ്ങനെ ആരും. പിന്നെ നമുക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മളെന്തായാലും ലീവ് എടുക്കൂല ആരും. അതെ, ലീവും നിങ്ങളുടെ ബാച്ചിന് കൗണ്ട് വളരെ കുറവായിരുന്നു. എല്ലാവരും ഏത് ക്ലാസ് വെച്ചാലും ഓടി ഒരു എക്സാം ആണെങ്കിലും നമ്മൾ മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എഴുതാൻ തയ്യാറായി എല്ലാത്തിനും ഇങ്ങനെ ജില്ലായിട്ടുള്ള ബാച്ച് തന്നെയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായിരുന്നു കേട്ടോ നിങ്ങളുടെ ബാച്ചിനെ. ഒറ്റയ്ക്ക് പഠിക്കുമ്പോൾ നമുക്ക് കുറെ ബെനിഫിറ്റുകളുണ്ട്. അതെ, ഞങ്ങൾ കണ്ട കാര്യം നിങ്ങളൊരു ഗ്രൂപ്പായിട്ട് അവിടെ വന്ന് പഠിക്കാറ്. അതായത് നമ്മുടെ കമ്പൈൻ സ്റ്റഡി സൗകര്യം ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരു സിംഗിളായിട്ട് പഠിക്കുന്നതും ഗ്രൂപ്പായിട്ട് പഠിക്കുന്നതും തമ്മിൽ എന്തൊക്കെ ഡിഫറൻസസാ തോന്നാറുള്ളത്? ഒരു പോയിന്റിൽ നമുക്ക് മടുപ്പ് വരില്ല. കാരണം ഓൻ പഠിക്കുമ്പോൾ നമുക്കും പഠിക്കണം എന്നുള്ള തോന്നൽ വരും. അപ്പോൾ ആ ഗ്രൂപ്പായിട്ട് അങ്ങനെ പഠിത്തം കണ്ടിന്യൂ ചെയ്ത് പോകും. അതിന്റെ പുറമെ പറഞ്ഞാൽ ആർക്കെങ്കിലും ഒരു ഡൗട്ട് വരികയാണെങ്കിൽ അത് ക്ലിയർ ആക്കാനും എളുപ്പമാണ് കാര്യങ്ങൾ. പിന്നെ ഇനിയിപ്പോൾ അത് ഞങ്ങൾക്ക് ഗ്രൂപ്പിലെ ഞങ്ങൾക്ക് ക്ലിയർ ആക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ മിസ്സുമാരെ ഡയറക്റ്റ് വാട്സപ്പിലും ഇപ്പോൾ മിസ്സിൻ്റെ ഒക്കെ വാട്സപ്പിൽ ഡയറക്റ്റ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും ചെയ്യുക, ക്ലിയർ ആക്കി മിസ് തരും ചെയ്യും. എല്ലാ സാറുമാരും അതേമാതിരി തന്നെയാണ്. ഇവിടുത്തെ ഫാക്കൽറ്റീസ് എല്ലാം അങ്ങനെ തന്നെയാണ്. അതാണ് ഇവിടുത്തെ വലിയ പ്രത്യേകത. കാരണം എനിക്ക് ഈ ഫാക്കൽറ്റീസ് എന്ന് പറയാൻ വലിയ ഒരു ഫ്രണ്ട്സുമാരി തന്നെയാണ് മിസ്സുമാരും. എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് എന്ത് രീതിയിലും എപ്പോൾ വേണമെങ്കിലും ചോദിക്കുക. അതിപ്പോൾ എനിക്ക് ആദർശനോട് സംസാരിക്കുന്ന സമയത്ത് അങ്ങനെയാണ് ഫീൽ ആവുന്നത്. നമുക്കങ്ങനെ എന്താ പറയാ, ഒരു ടീച്ചർ സ്റ്റുഡന്റ് അങ്ങനെയുള്ള ഒരു രീതി നിങ്ങളോട് ആരോടും തോന്നാറില്ല കേട്ടോ. ഞങ്ങൾക്ക് ആർക്കും ഇല്ല. എല്ലാവർക്കും ഭയങ്കര കാര്യം. എനിക്ക് എല്ലാ ടീച്ചർമാരും ഭയങ്കര ഇഷ്ടം. ഇവിടുത്തെ എല്ലാ ഫാക്കൽറ്റീസും അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നിങ്ങളുടെ ബാച്ച് ഇപ്പം ഡിസംബറിൽ തുടങ്ങി. നമ്മൾ ഏകദേശം എക്സാം ഓറിയന്റഡ് പോയി 6 months ഉള്ളിൽ തന്നെ നമ്മൾ ബാച്ച് വൈൻഡ് അപ്പ് ചെയ്തിരുന്നു. അപ്പൊ അതിനുശേഷം ഏകദേശം ഒരു 6 മാസത്തിനടുത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ ഈ റിവിഷൻ കൊണ്ടുപോയത്? അതോ നിങ്ങൾ തിയറി ആണോ ഫുള്ളായിട്ട് പിന്നെ റിവൈസ് ചെയ്തത്, അതോ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്തത്? എങ്ങനെയാണ് നിങ്ങൾ ആ റിവിഷൻ ഒരു 6 months കൊണ്ടുപോയത്? എന്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ പക്കാ ഇവിടുത്തെ തിയറി നോട്ട്സ്
അത് കംപ്ലീറ്റ് ഇങ്ങനെ വായിക്കുക. അതന്നെ മെയിൻ ആയിട്ട് വായിച്ചത്. 6 monthsലും ആ തിയറി നോട്ട്സ് തന്നെയാണോ റിവൈസ് ചെയ്തോണ്ട്? തിയറി നോട്ട്സ് നല്ല റിവൈസ് ചെയ്ത് പിന്നെ നമുക്ക് കഴിയണ മാതിരി മോക്ക് ടെസ്റ്റുകളായിട്ടും PYQ ടെസ്റ്റുകളായിട്ടും അറ്റൻഡ് ചെയ്ത് മാർക്ക് ഇങ്ങനെ കൂടുന്നതനുസരിച്ച് നമുക്ക് മനസ്സിലാവും നമ്മളെ ലെവൽ എന്താണ്, നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ തന്നെ ഒരു കോൺഫിഡന്റ് ആയിട്ട് വരും. അതായത് ഓരോ എക്സാം കഴിയുമ്പോഴും സെൽഫ് അനാലിസിസ് എവിടെയാണോ നമ്മളെ വീക്ക് പോയിന്റ് അത് വെച്ച് നോക്കി അങ്ങനെയാണ് നോക്കും. നമ്മളെ ഈ സിവിൽ ടെക്നിക്കൽ PSC മേഖലയിൽ തന്നെ നമുക്ക് എന്താ ചെയ്യുന്ന എല്ലാ ഭാഗത്തും കണക്ട് ചെയ്യാതെ പഠിക്കാൻ പറ്റും. നമ്മൾ പോകുമ്പോൾ റോഡാണെങ്കിൽ റോഡിൽ പോകുമ്പോൾ ബിൽഡിംഗ് കാണുമ്പോൾ എല്ലാ രീതിയിലും നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. അത് നമ്മളേതായ രീതിയിലുള്ള കോഡ്, അതിപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള മേഖല വെച്ചിട്ടുള്ള പല കോഡ് വെച്ചിട്ടും ഞാനൊക്കെ അങ്ങനെ പല രീതിയിലും പഠിച്ചിട്ടുണ്ട്. എന്റെ മാതിരി ഉടായ്പായിട്ട് നടക്കണ ആൾക്കാർ ആർക്കും ഇത് വേണമെന്നുണ്ടെങ്കിൽ നേടിയെടുക്കാവുന്നുള്ളൂ. നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്ത് ഒരു 2-3 കൊല്ലം വർക്ക് ചെയ്താൽ തന്നെ ഇത് വിടാതെ പഠിച്ചാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതിനൊക്കെ വലിയൊരു എക്സാമ്പിൾ തന്നെയാണ് ഞാൻ. കാരണം അങ്ങനെ നടന്ന ആണ് ഞാൻ. ഇന്റേതാരും ഇത് ഒരു എക്സ്പെക്ട് ചെയ്യണം നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നീ പറയുമ്പോഴാണ് നിനക്ക് ഇങ്ങനെ ബാക്ക് ഫേസ് ഇങ്ങനെയാണ് നമ്മൾ അറിയുന്നത്. നമുക്ക് പരിചയമുള്ള സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ്സിൽ വരുന്നു, നിങ്ങൾ വളരെ അറ്റൻറ്റീവ് ആയിട്ട് ഇരിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് മിസ്സേ ക്വസ്റ്റ്യൻ അയക്കുന്നു, ഇതെന്താ മിസ്സേ അങ്ങനെ ചോദിക്കുന്ന ഒരു ഗ്യാങ്ങിനെ നമുക്കറിയില്ല. നിന്റെ ബാക്കിൽ ഇങ്ങനെയാണെന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ആക്ച്വലി ഞാൻ അറിഞ്ഞത് കേട്ടോ. നീ ഇങ്ങനെ ആവറേജ് ആണ് അങ്ങനെയൊക്കെ. ഒരു കാര്യം കൂടെ ചോദിക്കാറുണ്ട്. ഇപ്പം നിങ്ങൾ ത്രൂ ഔട്ട് ദ സൈലത്തിനെ പറഞ്ഞു ഹെൽപ്ഫുൾ ആയിരുന്നു എന്നുള്ളത്. ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് നിർത്തിപ്പോണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുന്നു എന്നൊക്കെ തോന്നുന്ന സമയത്ത് സൈലം ഹെൽപ്ഫുൾ ആയിട്ടുണ്ടോ? അതായത് ഇപ്പൊ നമുക്ക് മെന്റർഷിപ്പ് ഉണ്ട്, ഇപ്പൊ സ്മീനും ഉണ്ട് നിങ്ങളെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ഫാക്കൽറ്റീസ് ഉണ്ട്. അപ്പം ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു സപ്പോർട്ട് കിട്ടാത്ത പോലെയോ അല്ലെങ്കിൽ ബെനിഫിഷ്യൽ ആയിട്ടോ തോന്നിയിട്ടുണ്ടോ? സൈലന്റ് ടെക്നിക്കലിന്റെ എനിക്ക് ഏറ്റവും തോന്നിയെന്ന് വെച്ചാൽ വർത്താണ്, കൊടുത്ത പൈസക്ക് മൂല്യമുണ്ട്. കാരണം ബിസിനസ് മാതിരിയല്ല, എല്ലാ ഇതും ഒരുവിധ രീതിയിലൊക്കെ ബിസിനസ് തന്നെയാണ് നടക്കുന്നത്. പക്ഷേ ഈ സൈലന്റ് ടെക്നിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഞങ്ങൾക്ക് തന്നെ, കാരണം ഞങ്ങളെ ബാച്ച് ഔട്ടായിട്ടും ഞങ്ങൾക്ക് അത്രയും എക്സാം വരെ അവിടെ റീഡിങ് കമ്പൈൻ സൗകര്യം ഞങ്ങൾക്ക് ഒരുക്കി തന്നെ. ഞാനൊക്കെ രാവിലെ 10 മണിക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ രാത്രി 10 മണിക്കാണ് വീട്ടിലെത്തല്. അതുവരെ ഞാൻ ഇവിടെ റീഡിങ് കമ്പൈൻ സൗകര്യമൊക്കെ യൂസ് ചെയ്യലുണ്ട് എക്സാം സമയത്ത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ വന്ന് ഇരിക്കണ ഇത് വന്നത്. പക്ഷേ നീ പറയുന്ന പോലെ എന്താ പറയാ, ഒരു ബിലോ ആവറേജ് അതല്ല അവിടുത്തെ കാര്യം. ശരിക്കും പറഞ്ഞാൽ ഇനി വരുന്ന ആസ്പിറൻസിനോടാണ് പറയാനുള്ളത്. ഇപ്പോൾ ആദർശിന്റെ സംസാരത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതല്ല, കൺസിസ്റ്റന്റ് ആയിട്ട്. ഇപ്പോൾ ആദർശ് പറഞ്ഞ പോലെ രാവിലെ 10 മണിക്ക് ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം 10 മണിക്കാണ് തിരിച്ചു പോകാറെന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതേപോലെ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക, അതേപോലെ തന്നെ വേണമെന്നുള്ള ലക്ഷ്യത്തിൽ പ്രിപ്പയർ ചെയ്യാല്ലേ. അത് എന്താ പറയാ, നമ്മളെ ഈ എന്റർടൈൻമെന്റ് ഒക്കെ ഒഴിവാക്കിയിട്ട് വേണം ഇത് നേടാൻ, അങ്ങനെയൊന്നും ഇല്ല. ഞാനൊക്കെ കളിക്കേണ്ട എല്ലാവിധ കളികളും കളിച്ചിട്ട് നമ്മൾ തന്നെ പറയാറുണ്ട്, നിങ്ങൾ കുത്തിയിരുന്ന് ഫുൾ ടൈം പഠിക്കരുത്, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ എല്ലാവരും നേടാം. അപ്പൊ എല്ലാവരും PSCക്ക് ഇറങ്ങുമ്പോൾ പറയും നമ്മൾ എല്ലാ പരിപാടിയും ഒഴിവാക്കണം, നമ്മളെ സോഷ്യൽ മീഡിയ യൂസ് ഒഴിവാക്കണം, പിന്നെ ഇതേമാതിരി കല്യാണം പരിപാടി ഒഴിവാക്കണം, നമുക്ക് വേണ്ടപ്പെട്ട സിനിമ കാണാൻ പോകില്ല, അങ്ങനത്തെ ഈ സംഭവങ്ങളൊക്കെ ഒഴിവാക്കണം എന്ന് പറയും. പക്ഷെ ഞാനതൊന്നും ചെയ്തില്ല. പിന്നെ എന്താ വെച്ചാൽ എക്സാം വരുമ്പോൾ നമ്മൾ അതിൻ്റെതായ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് റെസ്ട്രിക്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം യൂസിങ് ഒക്കെ ഒന്ന് കുറച്ച് കുറയ്ക്കും. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് നേടാം. പക്ഷെ കുറച്ച് സമയം എടുക്കും. അതിന് നമ്മൾ അതിനായിട്ട് ഇരിക്കണം. പിന്നെ മിസ് ക്ലാസ് പറയണ പോലെ തന്നെ മിസ്സിന്റെ മോട്ടിവേഷനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ക്ലാസ് പറയണ മിസ് പറയണ പോലെ തന്നെ ഇപ്പോഴുള്ള കണ്ടീഷൻ ആവില്ല. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫാമിലിയിൽ നിന്ന് വരുന്ന സപ്പോർട്ടൊക്കെ കുറയും. എനിക്ക് പ്രശ്നമില്ല, സ്വന്തമായിട്ട് ഇൻകം ഇല്ലെങ്കിലും ഞാൻ ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ ഇങ്ങനെ പോകും. എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഇതാവില്ല അവസ്ഥ. മിസ് പറയണ തന്നെ കുറച്ച് കഴിഞ്ഞാൽ എന്താവും പറയാൻ പറ്റൂല. നമ്മൾ സ്വന്തമായിട്ട് ഇൻകം വന്നിട്ട് നമ്മൾ സ്റ്റേബിൾ ആവാതെ നമ്മൾ സേഫ് അല്ല ഒരിക്കലും. ഫാമിലിയൊക്കെ വളരെ സന്തോഷത്തില്ല, ഫാമിലിയൊക്കെ ഭയങ്കര സന്തോഷമല്ലേ. ഇപ്പോൾ അതൊന്നും പറഞ്ഞറിയിക്കാൻ ഇവർക്കൊക്കെ എൻ്റെ ഒരു പാരൻസിന് ഇപ്പോൾ ഒരു പ്രൗഡ് ആയിട്ട് തോന്നുകയാണ്. ഇപ്പോൾ ഞാൻ വെച്ചിട്ട് എൻ്റെ ചേച്ചി ഇതേമാതിരി കഴിഞ്ഞ വർഷം സർവീസിന് കയറി, അവള് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ വുമൺ എക്സൈസ് ഓഫീസറായിട്ട് കയറി. ഇപ്പൊ ഈ കൊല്ലം ഞാൻ രണ്ടാളും സർവീസിലേക്ക് ബമ്പറാണ് അടിച്ചത്. ഏതായാലും അവർക്ക് ആ ഒരു സക്സസ് മൊമെന്റ് ഫീൽ ചെയ്യാൻ പറ്റുന്നത് തന്നെ നമ്മൾ ദൈവത്തിന്റെ ഒരു വലിയ അനുഗ്രഹമായിട്ട് കരുതണം. അപ്പോൾ അവർക്കൊക്കെ വലിയ ആഗ്രഹമാണ് ഞാനൊക്കെ ഒരു സർവീസിൽ എങ്ങനെയെങ്കിലും ഗവൺമെന്റ് ജോലി നേടിയെടുക്കാന്ന്. സിവിൽ പഠിപ്പിച്ച തന്നെ അത് വെച്ചിട്ടാണ്. സിവിലിൽ ഒരുപാട് ഇതുണ്ട്, ഒരുപാട് അവസരങ്ങളുണ്ട്. എനിക്കിതൊന്നും അറിയില്ല. ഇനി അങ്ങനെയാണ് ഞാൻ അതിലേക്ക് പറ്റി ചിന്തിക്കണതും. പിന്നെ ഇങ്ങനെ ക്ലാസ്സിന് വന്ന് എനിക്ക് മനസ്സിലായത് എന്നെ കൊണ്ട് പറ്റും എന്നുള്ള കാര്യം എനിക്ക് ബോധ്യമായി. ഇപ്പൊ എന്റെ വീട്ടുകാരൊഴികെ ബാക്കി ആരും എന്നെ പറ്റി ഇത് എഴുതി തള്ളിയ ഒരാളാണ് ഞാൻ. കാരണം അങ്ങനെയൊന്നും പറയില്ല കേട്ടോ. അല്ല, എന്റെ റിസൾട്ട് വെച്ചിട്ട് അങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട്. അല്ല, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇതാവുമ്പോ എല്ലാരും ഒന്ന് ഞാൻ ഞെട്ടിച്ചൊന്ന് ഷോക്കാക്കിയാണ്. നാട്ടിലൊക്കെ ഇപ്പൊ ഭയങ്കര പുള്ളിയായിരിക്കില്ലേ? നാട്ടിലൊക്കെ ഭയങ്കര വിലയില്ലേ. ഇനിയിപ്പോ നിർത്താൻ പറ്റൂല. ഇനിയും
ഹയർ ഗ്രേഡ് നോക്കിയിട്ട് ഇങ്ങനെ പഠിക്കണം, കണ്ടിന്യൂ ചെയ്യണം കേട്ടോ. കാരണം നിങ്ങൾ ഇത്രയും എത്തി ഒരു ബേസ് ആയിട്ടുണ്ട്, അപ്പൊ ഇനി കണ്ടിന്യൂ ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അപ്പൊ എന്താ ഇനി ഭാവിയിൽ എന്താണ് പ്ലാൻ? ഇപ്പോൾ ഡിപ്ലോമയിലേ ഉള്ളൂ, ഇപ്പോൾ ഡിഗ്രി എടുക്കണം, ബിടെക് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം, പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഹയർ ഗ്രേഡ് പോസ്റ്റുകളൊക്കെ ഒന്ന് കോമ്പീറ്റ് ചെയ്ത് നോക്കണം, എന്തായാലും നേടാൻ പറ്റും എന്നുള്ളത് ഇപ്പൊ കോൺഫിഡന്റ് ആയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ പ്രശ്നമൊന്നുമില്ല. ഈ ബാച്ച് ഔട്ടായപ്പോ തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആദ്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ PSC ട്രൈ ചെയ്യേണ്ടെന്ന് പറയാൻ തന്നെ ഒരു ആൾക്കാരോട് പറയാൻ ഫേസ് ചെയ്യാനൊക്കെ ഒരു മടിയേനി. പിന്നെ ഇപ്പോ നമുക്ക് സ്വന്തമായിട്ട് അതിൻ്റെതായ രീതിയിലുള്ള ഒരു കോൺഫിഡന്റ് വന്ന് ഇപ്പൊ ഞാൻ തന്നെ കുറെ ഇപ്പൊ ഈ ബാച്ച് ഔട്ട് ആയപ്പോ തന്നെ എല്ലാവരോടും പറയും ഞാൻ PSC നോക്കാണ്, നേടും. അങ്ങനെ തന്നെ ഇപ്പൊ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറയും ഞാൻ നേടും, അങ്ങനെ തന്നെ ഞാൻ പറയില്ല. നമുക്ക് സെൽഫ് ആയിട്ടുള്ള ഒരു ഡിറ്റർമിനേഷനും അതേപോലെ സെൽഫായിട്ട് നമുക്ക് തോന്നണം നമുക്ക് ഇത് കിട്ടും എന്നുള്ളതല്ലേ. അതൊന്നും അല്ലാണ്ട് ആ ഡൗട്ട് അടിച്ച് നിൽക്കരുത്, കിട്ടോ ഇല്ല എന്നുള്ളതിൽ നിൽക്കരുത്. അതിനൊക്കെ തന്നെ ഞാൻ പറഞ്ഞത് വലിയൊരു ഈ സൈലന്റ് ടെക്നിക്കൽ ഈ കോഴ്സ് കഴിഞ്ഞപ്പോൾ ഈ ബാച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അതേമാതിരി കോൺഫിഡന്റ് ആയി സ്വന്തമായിട്ട്. അത് എവിടുന്നാ വന്നതെന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ ക്ലാസ് തന്നെ ലിസ്റ്റ് ഇടുമല്ലോ, അപ്പൊ അതിലെ ഇപ്പൊ ടോപ്പിൽ ഇങ്ങനെ വരുമ്പോ നമുക്ക് തന്നെ ഒരു ഇതാണ്, പ്രതീക്ഷയാണ്. നിങ്ങൾ ഓഫ്ലൈൻ ബാച്ചിലർ സ്റ്റുഡൻസിന് ഓൺലൈൻ ആക്സസ് തന്നിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ അതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നോ? അത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടോ അതോ അത് തീരെ നോക്കിയിട്ടില്ലായിരുന്നോ? അതെന്തായാലും നമുക്ക് ആവശ്യം വരും. കാരണം ഇപ്പൊ ചില പോയിന്റുകൾ ചില ടോപ്പിക് വരുമ്പോൾ നമുക്ക് എന്തായാലും ഡൗട്ട് വരും. കാരണം ഓഫ്ലൈൻ ക്ലാസ്സിൽ ചിലപ്പോൾ ആദ്യം കഴിഞ്ഞ അവസാനത്തേക്ക് ചിലപ്പോൾ പിന്നെ ഓർമ്മ അങ്ങനെയല്ല, എല്ലാ പോയിന്റും ഓർമ്മയില്ലെങ്കിലും ചില പോയിന്റുകൾ നമുക്ക് ഓർമ്മയില്ലാതെ വരും ചില ടോപ്പിക്കിൽ. അപ്പൊ നമ്മളത് റിവൈസ് ചെയ്യാനൊക്കെ അത് വളരെയധികം എഫക്റ്റീവ് ആണ്. ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ്സസ്, ഓൺലൈൻ നമ്മൾ ടെസ്റ്റുകൾ അറ്റംപ്റ്റ് ചെയ്യണ്ടായിരുന്നു. അതായത് ഓഫ്ലൈനിൽ നമ്മൾ ടെസ്റ്റ് കൊടുക്കുന്ന അല്ലാണ്ട് ഓൺലൈൻ ടെസ്റ്റുകൾക്കും നിങ്ങൾക്ക് ആക്സസ് ഉണ്ട്? ഓൺലൈൻ ടെസ്റ്റിൽ ആക്സസ് ഉണ്ട്. ഇനി അതും ഇതേമാതിരി തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിലും റാങ്ക് ലിസ്റ്റ് ഒക്കെ ഇടും. അതിലും നമ്മൾ നന്നായിട്ട് സ്കോർ ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സന്തോഷം വരും, നമുക്ക് വരും. അപ്പോൾ ഹൈബ്രിഡ് ബാച്ചിന്റെ ബെനിഫിറ്റ്സും എടുത്തിട്ടുണ്ട്. അതായത് ഓഫ്ലൈൻ മാത്രമല്ല ഓൺലൈൻ ആയിട്ടുള്ള കാര്യങ്ങളും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടല്ലേ. അപ്പൊ ആദർശ് വന്നു, പഠിച്ചു, ഇപ്പൊ ഇതേ PSCയിലേക്ക് ഇടം നേടി ഇരിക്കുകയാണ്. ഇനിയിപ്പോ ജോയിൻ ചെയ്യാനായിട്ടിരിക്കുവാണ്. അപ്പൊ എന്താണ് ഈ എന്താ പറയാ, പല മാറ്റങ്ങളും വന്നിട്ടുണ്ടാവും. നമ്മൾ ഈ PSCയിലേക്ക് വന്ന് PSC പല സ്റ്റേജസ് ആണല്ലോ. ആദ്യം നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വരുന്നു, അത് കഴിഞ്ഞ് നമ്മൾ ഒരു ലിസ്റ്റിലൊക്കെ കയറി തുടങ്ങുന്നു, പിന്നെ നമ്മൾ ലിസ്റ്റിൽ ടോപ്പ് ആവുന്നു, പിന്നെ അഡ്വൈസ് വരുന്നു. അപ്പൊ ഈ ഒരു ഫേസിലുടനീളം എന്തൊക്കെ മാറ്റങ്ങളാണ് ഫേസ് ചെയ്തിട്ടുള്ളത്? അല്ലെങ്കിൽ ഇപ്പോൾ ഈ എത്തി നിൽക്കുന്ന ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഈ ഒരു അഡ്വൈസ് വന്ന് നിൽക്കുന്ന സമയത്ത് എന്ത് മാറ്റമാണ് പെട്ടെന്ന് ഫീൽ ചെയ്യുന്നത്? നല്ല മാറ്റമുണ്ട്. കാരണം നമ്മളെ സൊസൈറ്റിയിൽ തന്നെ നമുക്കൊരു വില അത് കിട്ടും. കാരണം ഇപ്പോൾ ഓരോരോ ആൾക്കാർ നമ്മളെ വിളിച്ച് പ്രശംസിക്കണതും ഇതൊന്നും വേണ്ട. ഞാൻ ഇന്നലെ ഒരു റിലേറ്റീവിൻ്റെ കല്യാണത്തിന് പോയി. അവിടെ തന്നെ ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്കും എല്ലാവരോടും വന്ന് പറയാം ഈ ഓരോ അഡ്വൈസ് വന്ന് നിൽക്കുകയാണ്. അതൊക്കെ ഇപ്പോൾ പണ്ടൊക്കെ ഒരു കല്യാണത്തിന് പോകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മടിയാണ്. കാരണം നമ്മളൊന്നും ചെയ്യണമില്ല. PSC പ്രിപ്പയർ ചെയ്യാന്ന് പറയുമ്പോൾ ഈ പണ്ടത്തെ ഈ വാട്സപ്പിൽ ഇൻസ്റ്റയിലൊക്കെ വരുന്ന ഒരു അമ്മാവന്മാർക്ക് ഒരു ചൊറിച്ചിലാണല്ലോ. അപ്പോൾ അതൊക്കെ അന്ന് അതിങ്ങനെ പറയുമ്പോൾ ഇതേനി. പക്ഷെ ഇപ്പോൾ അത് മാറി. ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഞാൻ അഡ്വൈസ് വന്ന് കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെതായ വില കിട്ടുന്നുണ്ട്. ഫാമിലിന്റെ സപ്പോർട്ട് ഈ പ്രിപ്പറേഷൻ്റെ ഉടനീളം ഭയങ്കര ഉണ്ടായിരുന്നു തോന്നുന്നുണ്ടല്ലേ? ആദർശിന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് തോന്നിയ കാര്യമാണത്. എല്ലാവരും ഫാമിലി പോലെ അല്ലെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ പലപ്പോഴും അപ്പ് ആൻഡ് ഡൗൺസ് വരാറുണ്ട് ഫാമിലിയുടെ ഭാഗത്തുനിന്ന്, പക്ഷെ അങ്ങനെയൊന്നും ഇല്ലെന്ന് തോന്നുന്നില്ലേ? ഭയങ്കര സപ്പോർട്ടായിരുന്നു, കട്ടക്കായിരുന്നു തോന്നുന്നുണ്ടല്ലോ. എൻ്റെ ഈ ഇതിൽ വിശ്വസിച്ച്, കാരണം എൻ്റെ റിസൾട്ട് ബാക്കിലുള്ള റിസൾട്ടൊക്കെ അങ്ങനെയാണല്ലോ, 10th പ്ലസ് 2 ഒക്കെ അങ്ങനെ കിടക്കുകയാണ്. ഇത്രയും സപ്പോർട്ട് ചെയ്തേനെ. കാരണം എന്നോട് ഞാൻ എത്ര എക്സാം എഴുതിയിട്ട് ഒന്ന് ക്രാക്ക് ചെയ്യാനപ്പോഴും എന്നോടൊന്നും മറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. നിർത്തിക്ക് വേറെ പരിപാടി നോക്കിക്കൂടെ എന്നൊക്കെ പറയാം, പക്ഷെ അതൊന്നും പറഞ്ഞിട്ടില്ല. അവർക്ക് എന്തെങ്കിലും ഒരു വിശ്വാസം ഉണ്ടാവും അത് നേടി. പക്ഷെ ഇപ്പൊ ഞാനത് നേടിയെടുത്ത്, അപ്പം അതിൻ്റെതായ സന്തോഷം എനിക്കുണ്ട്. നമ്മൾ ഏത് ഫേസിലാണെങ്കിലും നമ്മുടെ പാരന്റ്സ്, നമ്മളെ ടീച്ചേഴ്സ്, ഇവരോടൊക്കെ ഉള്ളൊരു എന്താ പറയാ, നിങ്ങൾ കൊടുക്കുന്ന ഈ ഒരു റിസൾട്ടാണ് അവർക്ക് ഏറ്റവും സന്തോഷം. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചാണെങ്കിൽ നമ്മൾ പഠിപ്പിച്ചൊരു സ്റ്റുഡൻറ് ലിസ്റ്റിൽ വരിക, അല്ലെങ്കിൽ മിസ്സേ അഡ്വൈസ് വന്നപ്പോൾ തന്നെ ആദർശ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ഇപ്പോൾ സുബിന് ഡോക്യുമെന്റ് അപ്ലോഡ് വന്നപ്പോൾ അവരൊക്കെ ഇങ്ങനെ നമ്മളോട് മിസ് ഇത് വന്നിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ അത് ചെയ്തിട്ടോ എന്ന് പറയുമ്പോൾ നമുക്കതൊരു സന്തോഷമാണ്. അതേപോലെ തന്നെയാണ് പാരൻസിന്. അപ്പം നമ്മുടെ റിസൾട്ടാണ് അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സന്തോഷം. എല്ലാവരും ഇപ്പോൾ ആദർശിന്റെ വിശേഷങ്ങളൊക്കെ കേട്ടല്ലോ. അപ്പോൾ ആദർശ് നമ്മുടെ ബാച്ചിലേക്ക് വന്നു, നമ്മുടെ ബാച്ചിലിരുന്ന് പഠിച്ചു, അതേപോലെ ബാച്ചിൽ എക്സാമുകൾ എഴുതി, ഓരോ എക്സാമുകൾ കഴിഞ്ഞപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് വന്ന് ഇപ്പൊ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടി, പിന്നെ റാങ്ക് ലിസ്റ്റിൽ ടോപ്പിലായി, ഇപ്പൊ ഇത് അഡ്വൈസ് വന്നിട്ടിരിക്കുകയാണ്. അപ്പൊ ആദർശ് സംസാരിച്ചതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ ഏത് ലെവലിൽ നിൽക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിലും, ബിലോ ആവറേജ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പഠിക്കാൻ വളരെ കഷ്ടപ്പെടാണ്, നിങ്ങൾക്ക് ഒന്നും ഓർമ്മയില്ല, ഏത് സ്റ്റേജിൽ നിങ്ങൾ നിൽക്കുവാണെങ്കിലും നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളത് ഇപ്പോൾ ഒരു ആദർശിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യുക, എല്ലാവരും നന്നായിട്ട് ഇതേ ഒരു ഉഷാറോടുകൂടി പ്രിപ്പയർ ചെയ്യാൻ
തുടങ്ങുക. അതേപോലെ കൺസിസ്റ്റൻസി, അതിപ്പോൾ ആദർശ് പറഞ്ഞു, കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ നിൽക്കണം. 2 വർഷം, ചിലപ്പോൾ 1.5 വർഷം ആവാം. അപ്പോൾ ആ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്താൽ റിസൾട്ട് നിങ്ങൾക്ക് ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ടും കോൺഫിഡൻ്റ് ആയിട്ടും ഇത് വിടാതെ പഠിക്കുക. അപ്പോൾ ഇനി അടുത്ത ലിസ്റ്റ് നിങ്ങൾക്കുള്ളതാണ്. അടുത്ത ലിസ്റ്റിലേക്ക് എല്ലാവരും വരിക.